ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയത് UDF ആണ്. UDF തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോയ ഒരു മുന്നണി എന്ന് പഴി കേട്ടിരുന്നിടത്തു നിന്നും ഈ ലോക്സഭയിലൂടെ ഒരു വലിയ തിരിച്ചുവരവ് നടത്തുകയാണ്. 2019 സമാനമായൊരു ചിത്രത്തിലേക്ക് ഏറെക്കുറെ എത്താൻ UDFന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് പുതിയ സാഹചര്യം. എന്തായാലും നിയമസഭാ മണ്ഡലങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോഴും രാഷ്ട്രീയ ബലാബലത്തിലും UDFന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നുണ്ട്. 110 നിയമസഭാ മണ്ഡലങ്ങളിലെ സ്വാധീന ശക്തിയായി അത് വളരുന്നു എന്നതാണ് സാഹചര്യം. നോക്കൂ ഈ വോട്ടിംഗ് ശതമാനം. ഇത്തവണ UDF സംസ്ഥാനത്ത് നിന്നും സമാഹരിച്ചത് 90,14,894 വോട്ടുകളാണ്. അതായത് 46.22%. ഇടതുമുന്നണി 67 ലക്ഷം വോട്ടുകൾ സമാഹരിച്ച് 33.36% ഒതുങ്ങി എന്നതാണ് ചിത്രം. NDAയിലേക്ക് വരുമ്പോൾ 19% വരുന്നു. അതായത് സംസ്ഥാനത്ത് ഇടതുമുന്നണിക്കുണ്ടാകുന്ന നഷ്ടം അത് UDFന്റെ വലിയ വോട്ടിംഗ് ശതമാനത്തിന്റെ വർധനവായി മാറുകയും ചെയ്യുന്നു എന്നതാണ് സാഹചര്യം. മിഥുൻ, നിയമസഭാ മണ്ഡലങ്ങളുടെ ചരിത്രത്തിൽ എത്ര കണ്ട് UDFന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്? ആ കണക്ക് നമുക്ക് എങ്ങനെ വിശദമാക്കാം? 2019 വലിയ വിജയം 19-1 എന്ന രീതിയിൽ ലോക്സഭയിൽ വിജയിച്ചതിന് ശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിൽ പോലും തന്നെ കോവിഡ് അടക്കമുള്ള ഫാക്ടറൊക്കെ വലിയ രീതിയിൽ ഇടതുമുന്നണിക്ക് ഗുണം ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ കിറ്റ് വിതരണമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഒരു നേട്ടമുണ്ടാക്കാൻ ഇടതുമുന്നണിക്ക് സാധിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ തുടർഭരണം, കേരളത്തിൽ തുടർഭരണം ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു 2021. പക്ഷേ ഇത്തവണത്തെ കണക്കുകൾ അത് UDFനെ സംബന്ധിച്ച് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതാണ്. 110 സൂചിപ്പിച്ചതുപോലത്തെ 110 നിയോജക മണ്ഡലങ്ങളിലും കൃത്യമായി ഒന്നാം സ്ഥാനത്തെത്താൻ, വോട്ട് വിഹിതത്തിൽ കൃത്യമായി ഒന്നാം സ്ഥാനത്തെത്താൻ ഈ കണക്കുകൾ സൂചിപ്പിച്ച പോലെ തന്നെ UDFന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അതിൽ LDFന്റെ CPMന്റെ പ്രത്യേകിച്ച് ശക്തി കേന്ദ്രങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. LDFന് ആകെ ലഭിച്ചത് 19 സീറ്റുകളാണ് എന്ന് ഓർക്കണം. 99 സീറ്റുകൾ ലഭിച്ച ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ ഒരു സ്ഥിതിയാണ് 19 സീറ്റിലേക്ക് കുറഞ്ഞു പോകുന്നു എന്നുള്ളത്. 140-ൽ 19 സീറ്റ് മാത്രം LDFന് നേടാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ 2009 ഈ മണ്ഡല പുനഃക്രമീകരണത്തിനൊക്കെ ശേഷം ഏത് തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാലും ഒരു 50 അല്ലെങ്കിൽ 55-60 സീറ്റുകൾ വരെ ലഭ്യമാകും CPMന്. എത്ര വലിയ ഭരണവിരുദ്ധ വികാരമുണ്ടായാലും ആ മണ്ഡലങ്ങളൊക്കെ CPMന് അനുകൂലമായി പോൾ ചെയ്യുമെന്ന് നമ്മൾ കരുതിയിരുന്നുവെങ്കിൽ അത് തവണ ആ ഒരു ചിത്രം മാറുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു ഫലത്തോടെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തത്. 19 ഇടത്തേക്ക് മാത്രമായി LDF ചുരുങ്ങുന്നു. കാസർഗോഡ് അടക്കമുള്ള മണ്ഡലങ്ങളിൽ, അതായത് പലയിടത്തും UDFന് മേൽക്കൈ നേടാൻ സാധിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ എറണാകുളത്ത് KJ ഷൈൻ എന്ന ഒരു ശക്തയായിട്ടുള്ള ഒരു വനിതാ സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചെങ്കിൽ പോലും തന്നെ ഹൈബീഡൻ മികച്ച വിജയം, അതായത് 14 സ്ഥലത്തും 14 നിയോജക മണ്ഡലങ്ങളിലും വ്യക്തമായ ആധിപത്യം പുലർത്താൻ ഹൈബിക്ക് സാധിച്ചു, UDFന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. പല ജില്ലകളിലും ആ സമാന സാഹചര്യം തന്നെയാണ്. ഒരിടത്തു പോലും ചില മണ്ഡലങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ളിടത്തെല്ലാം തന്നെ പൂർണ്ണമായും ഇടതുമുന്നണി അടിയറവ് പറയുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും നമുക്ക് ആ ജില്ലകളുടെ സാഹചര്യം പ്രത്യേകം പരിശോധിക്കാം. അതിനു മുമ്പ് അരുൺ നോക്കൂ, ഈ ചിത്രം നോക്കൂ. ഇടതുമുന്നണിക്ക് 99 നിയമസഭകളിൽ മണ്ഡലങ്ങളിൽ MLAമാരുള്ള ഒരു ചിത്രമാണ് ഇപ്പോൾ ഉള്ളത്. 2021 നേടിയ ഒരു വലിയ ബലാബലത്തിൽ ഇടതുമുന്നണി നേടിച്ച സ്വാധീനം, തുടർഭരണം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സ്വാധീനം, ആ ചിത്രം ഈ അവസ്ഥയിലേക്ക് മാറുകയാണ്. UDFന് 110, ഇടതുമുന്നണി 19ലേക്ക് ഒതുങ്ങുന്നു, NDA 11 സീറ്റുകളിലേക്ക് വരുന്നു എന്നതാണ് ചിത്രം. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ ചിത്രമാകും എന്നൊന്നും നമ്മൾക്ക് പറയുന്നില്ല. പക്ഷേ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് പരമ്പരാഗതമായി ഇടതുമുന്നണിക്ക് വോട്ട് ചോർച്ച ഉണ്ടാകുന്നിടത്തേക്ക് UDF കടന്നു കയറിയെങ്കിൽ ഇത് വളരെ ഗൗരവത്തിൽ ഇടതു നേതൃത്വം കണക്കിലെടുക്കണ്ടേ? തീർച്ചയായിട്ടും 2019 ഏറെക്കുറെ സമാനമായ ഒരു ചിത്രമാണ് നിയമസഭാ മണ്ഡലം കണക്കെടുക്കുമ്പോൾ ഉണ്ടായതെന്നത് നമുക്ക് കാണേണ്ടതാണ്. പക്ഷേ എങ്കിൽ പോലും അവിടെ തിരിച്ചു വരാനെന്ന് CPMന് കഴിഞ്ഞു, ഇടതുമുന്നണി കഴിഞ്ഞു. അത് കൃത്യമായ അവർ തെറ്റ് ഏറ്റുപറഞ്ഞ് പറ്റിയ പാപങ്ങളൊക്കെ ജനങ്ങളോട് തുറന്നു പറഞ്ഞ് വീടുകളിൽ പോയി നേതാക്കൾ ഉൾപ്പെടെ കണ്ട് പറഞ്ഞ് തിരുത്തിയിട്ടാണ്. പക്ഷെ എങ്കിലും ഒട്ടും ആശാസ്യമായ അല്ലെങ്കിൽ ഒട്ടും ആശ്വസിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല ഇടതുമുന്നണിക്ക് ഇപ്പോഴത്തെ ഈ കണക്കുകൾ. ശരിക്കും ഇടതുമുന്നണി അത് വരും ദിവസം അല്ലാതെ വേട്ടയാടുമെന്ന് ഉറപ്പാണ്. അതിനപ്പുറത്തേക്ക് ഒരു പ്രധാന കാരണം UDFന്റെ കഴിഞ്ഞ 2019 19 സീറ്റ് വിജയത്തെക്കാൾ ഇതിന് മേന്മ ഉണ്ടാക്കുന്നത്, ഇതിനെ മാറ്റുകൂട്ടുന്നത്
കൃത്യമായ രാഷ്ട്രീയ കാരണങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഫലമുണ്ടായെന്നുള്ളതാണ്. 2019 സർക്കാരിന് വിരുദ്ധ വികാരമോ അല്ലെങ്കിൽ ഏതെങ്കിലും നയപരമായ തീരുമാനങ്ങളിൽ പ്രശ്നമോ ഒന്നും ആയിരുന്നില്ല. അവിടെ ശബരിമല വലിയ രീതിയിൽ സ്വാധീനിച്ചു. പ്രത്യേകിച്ച് ഒരു മധ്യ കേരളം വരെയെങ്കിലും ശബരിമല വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് സ്വാധീനിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ വരവും അതുണ്ടാക്കിയ ഇമ്പാക്റ്റും. പക്ഷേ ഇത്തവണ അതല്ല കാര്യം. ഇത്തവണ ഇടതുമുന്നണി തോറ്റെങ്കിൽ അതിന് കൃത്യമായ രാഷ്ട്രീയ കാരണമുണ്ട്. ആ കാരണം സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. സർക്കാരിനെതിരായ ജനങ്ങളുടെ കൃത്യമായ അമർശമാണ് തെരഞ്ഞെടുപ്പ് പ്രതിഫലിച്ചതെന്ന് ഉറപ്പാണ്. മുഖ്യമന്ത്രിയുടെ നയങ്ങളോടും അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളോടും ഒക്കെ അമർശവും കൂടി ജനങ്ങൾ ഇതിൽ പ്രതിഫലിപ്പിച്ചു. അവിടെയാണ് ഒരു രാഷ്ട്രീയ വിജയം കഴിഞ്ഞ തവണത്തേക്കാൾ UDF മേന്മയുള്ളതാക്കി ഇത്തവണത്തെ മിഥുൻ നമുക്ക് വിശദമായി